കേരളത്തിൽ UDF 96 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. അധികാരത്തിൽ വന്നാൽ ഇന്ദിര ഗ്യാരണ്ടി സ്കീം നടപ്പിലാക്കുമെന്നും ശിവകുമാർ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞാൽ കോൺഗ്രസ് അത് ചെയ്തിരിക്കും. അങ്ങനെ ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. കർണാടകയിലും തെലങ്കാനയിലും ഇതൊക്കെ നടപ്പിലായിട്ടുണ്ട് എന്നും ശിവകുമാർ പറഞ്ഞു. CPIM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്നും ശിവകുമാർ ആരോപിച്ചു. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മന്ത്രിമാരെ കേന്ദ്രം അപമാനിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ അത് നടക്കുന്നില്ല. ഇത് BJP-യുമായുള്ള അന്തർധാരയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബം പോലും അഴിമതിയുടെ ഭാഗമാണെന്നും എന്നാൽ അവയിലൊന്നും ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നും ശിവകുമാർ പറഞ്ഞു. CPIM BJP ഡീൽ ആരോപണവുമായി പ്രിയങ്ക ഗാന്ധിയും രംഗത്ത് വന്നിരുന്നു. ശബരിമല വിഷയത്തിൽ ഇരുവരും തമ്മിലുണ്ടായ ഡീൽ നമ്മൾ കണ്ടു. ഇന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാർക്കെതിരെ ED കേസുണ്ട്. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അധികാരത്തിന് വേണ്ടി ആശയപരമായ വിട്ടുവീഴ്ച ഉണ്ടാകുന്നുവെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി.